ഇന്നത്തെ വേഗമേറിയ ലോകത്തിൽ സ്ട്രെസ് എന്ന് പറയുന്നത് പലരുടെയും ജീവിതത്തിലൊരു ഭാഗമാണ്. എന്നാൽ അത് നിയന്ത്രിക്കാതെ പോയാൽ ചിലപ്പോൾ ബേൺ ഔട്ടായി മാറും. എന്താ ഈ സ്ട്രെസ്സ് അല്ലെങ്കിൽ ബേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ? സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു നോർമൽ റിയാക്ഷനാണ്. അതായത് നമുക്കൊരു പ്രശ്നമോ ആപത്തോ അല്ലെങ്കിൽ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിനെ ഫേസ് ചെയ്യുമ്പോൾ ഒരു പ്രതികരണം നമ്മുടെ ശരീരത്തിൻ്റെ മാനസികവുമായിട്ടും ശാരീരികമായിട്ടും വൈകാരികവുമായിട്ടുള്ള ഒരു പ്രതികരണം. അപ്പോൾ സാധാരണയായി സ്ട്രെസ്സ് നമ്മളെ കൂടുതൽ അലേർട്ടാക്കും. ഉദാഹരണത്തിന് ഒരു ഡെഡ് ലൈൻ മീറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ, ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അത് കാര്യം ചെയ്ത് തീർക്കാനുമൊക്കെ സഹായിക്കും. എന്നാൽ ഇത് അധികമായാൽ അത് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. ഇപ്പോൾ ചിലപ്പോൾ ക്ഷീണമാകാം, അമിതമായ ക്ഷീണം, തലവേദന, ഉറക്കക്കുറവ്, അസഹിഷ്ണുത തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ സ്ട്രെസ്സ് തുടർച്ചയായിട്ട് കൈകാര്യം ചെയ്യാതെ പോയാൽ അത് ബേൺ ഔട്ടായിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ ഇമോഷണൽ എക്സോഷൻ, അത് എല്ലാത്തിനോടും ഊർജം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലോട്ട് പോവുക, ഡിറ്റാച്ച്മെൻറ്റ്, അപ്പോൾ ജോലിയിൽ നിന്നാകട്ടെ പഠനത്തിനാകട്ടെ എല്ലാത്തിനോടൊരു താല്പര്യക്കുറവ് വരിക, റെഡ്യൂസ്ഡ് പെർഫോമൻസ് ആകുക, ശ്രദ്ധ, ക്രിയേറ്റിവിറ്റി, ജോലിയിലുള്ള പ്രൊഡക്ടിവിറ്റി എല്ലാം കുറയുന്നതനുസരിച്ചിട്ട്. അപ്പോൾ എന്ത് ചെയ്യാം? മനസ്സിനൊന്ന് ഒരു റീചാർജ് ചെയ്യാനായിട്ട് സമയം കൊടുക്കണം. അതേപോലെ ജോലിയെ സംബന്ധിച്ചാണെങ്കിൽ വ്യക്തമായ പരിമിതികൾ വെക്കണം. അപ്പോൾ ലക്ഷണങ്ങൾ ഗുരുതരമാകുകയാണെങ്കിൽ മടിക്കാതെ സഹായം തേടുകയും ചെയ്യണം. അപ്പോൾ ഓർമ്മിക്കുക, നിങ്ങളുടെ മനസ്സിൻ്റെ ആരോഗ്യം നിങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെക്കാൾ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആരോഗ്യത്തോളം തന്നെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ടേക്ക് കെയർ ഓഫ് യുവർ മൈൻഡ് ബിഫോർ ഇറ്റ് ബേൺസ് ഔട്ട്.